പനിയല്ല, ജലദോഷം. ജിയാനും ജലദോഷം ഉണ്ടോ? ആ ക്യാരക്ടർ സിനിമയാണ്, ആ പടം ഹിറ്റാകണം. അതുകൊണ്ടുണ്ടായ സിനിമയാണെന്ന് അറിയോ? ക്യാരക്ടറിന്റെ പേര് ബെൻ നരേന്ദ്രൻ, സിനിമയുടെ പേര് അർത്ഥം. മമ്മൂട്ടി, നരേന്ദ്രൻ ശ്രീനിവാസനുണ്ട്, ശരണ്യായിരുന്നു നായിക. ആ പടം ഭയങ്കര ഹിറ്റ് ആ സമയത്ത്. ഹായ് ഹലോ, ജിയാൻസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തെന്നായി ഇവർ ഈ കാണിക്കുന്നത്, ഈ വീഡിയോ കൊണ്ട് എന്നാ അർത്ഥമാക്കുന്നില്ലെന്നു. അർത്ഥങ്ങളൊന്നുമില്ല എന്നുവെച്ചാലും ഞാൻ നിങ്ങൾക്ക് നമ്മളൊരു കുഞ്ഞു വ്ലോഗിലൂടെ നമ്മളെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കാണിച്ചു തരുവാന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ പകലെല്ലാം ഭയങ്കര ചൂടാണ്, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറച്ചൊരു ആശ്വാസം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ റൂമിൽ തന്നെ ഇരിക്കുമ്പം ഒരു വല്ലാത്തൊരു എന്താ പറയണ്ടേ, ഒരു വീർപ്പ് മുട്ടൽ പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് ഇപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വൈകുന്നേരം ഒന്ന് ചെറുങ്ങനെ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. എന്ത് രസമാണ് നൈറ്റ് ഡ്രൈവ് എന്നറിയോ? നൈറ്റ് ഡ്രൈവ് മാത്രമല്ല, നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനിടക്ക് നമ്മുടെ ഒരു കുഞ്ഞു സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ FM വെക്കുമ്പോഴത്തേക്കാണ് കേട്ടോ. പല ന്യൂസും അതുപോലെ തന്നെ നല്ല നല്ല പാട്ടുകളും പിന്നെ അവരുടെ കോമഡികളും ഒക്കെ കേട്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകാറ്. അതുപോലെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും രാത്രിയിൽ. ഭയങ്കര ട്രാഫിക് പോരാണ്ട് നമുക്ക് മടുപ്പ് വരും. അപ്പോൾ ആ മടുപ്പിന് നമുക്കിങ്ങനെയുള്ള FM കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അത് നമ്മളങ്ങ് വിട്ടുകളയും. നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു ജിയാനെ? മീൻ മാർക്കറ്റിൽ, സൂക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് എവിടെയാന്ന് വെച്ചാൽ ഷാർജയിലുള്ള അൽജുബൈൽ സൂക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ മീൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഉള്ളിലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല, എന്നൊന്നും നമുക്ക് കണ്ടിട്ട് വരാം. ട്രോളി വേണ്ടേ? ജിയാൻ എന്നാ പറയുന്നതെന്ന് വെച്ചാൽ ഇവൻ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നാൽ, മാളിൽ അതുപോലെ സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം വന്നാൽ ഇവന് മറ്റേ ബാസ്ക്കറ്റ് വേണം, ഉന്തി നടക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ബാസ്ക്കറ്റ് വേണം. അപ്പോൾ അങ്ങനെയുള്ളതിനാന്ന് വേണ്ടിയിട്ടായി ചോദിക്കുന്നത്. കാരണം അതൊരു രസമാണ് അവന് കളിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ളത് അവന് ഉന്തി നടക്കാൻ വേണ്ടിയിട്ട് ആവില്ല, ഇത് വലുതല്ലേ, അപ്പോൾ ആവില്ല. അപ്പോൾ അതിനുള്ള കുറച്ച് കണ്ണോടിക്കലാണ് അവിടെ കാണുന്നത്. പക്ഷേ പറഞ്ഞ് എങ്ങനെയല്ലോ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അത് ഇവിടെ കിട്ടൂല എന്നുള്ളതൊക്കെ. ദുബായിലുള്ള പോലെ വലിയൊരു മാർക്കറ്റ് അല്ല കേട്ടോ, ഫിഷ് മാർക്കറ്റ് അല്ല. അപ്പോൾ നമുക്ക് സാവധാനം ഫുള്ളൊന്ന് കണ്ണോടിച്ച് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു റൗണ്ട് അടിക്കുവാണ്. അതായത് ഏതൊക്കെ മീനുകളുണ്ട്, നമുക്ക് ചേരുന്ന മീനുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് കണ്ടു വെച്ചിട്ട് അതുപോലെ തന്നെ പൈസ അറിഞ്ഞിട്ടും എത്ര ദിർഹമാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞതിന് ശേഷം വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് അടിക്കുവാണ് കേട്ടോ. ഇത് ഫ്രഷ് തന്നെയാണോ? ഇന്നത്തെ രാവിലെ
ചെറുതാന്നുള്ളൂ, ചെറിയ ടൈപ്പ്. നത്തോലിയാണോ മീൻ? പേരറിയുന്നതും പേരറിയാത്തതുമായിട്ട് ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ നമുക്ക് കണ്ടുപോകുന്നത് നമ്മൾ പണ്ട് മുതലേ കണ്ടിട്ടും അതുപോലെ തന്നെ കഴിച്ചിട്ടും വരുന്ന സാധാ മീനുകൾ മാത്രമാണ്. അതേ എനിക്കിഷ്ടമുള്ളൂ. അത് നമ്മളിപ്പം മാന്തയായാലും അതുപോലെ തന്നെ ചെമ്മീൻ, അതുപോലെ മത്തി, ഞണ്ട് അങ്ങനെയുള്ളത് മാത്രമേ നമ്മൾ വാങ്ങാറുള്ളൂ. വലിയ വലിയ മീനുകളും അവിടെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇതുവരെ കഴിച്ചിട്ടും ഇല്ല. അതുപോലെ തന്നെ ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ട്രൈ ചെയ്ത് നോക്കാനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ അതൊക്കെ വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഞണ്ടും അതുപോലെ തന്നെ മത്തി, കുഞ്ഞിമത്തിയാണ്. കുഞ്ഞിമത്തിയും അതുപോലെ തന്നെ നമ്മുടെ കക്കയിറച്ചിയില്ലേ, നമ്മുടെ നാട്ടിലെല്ലാം ഇളമ്പക്ക എന്ന് പറയും, അതും അതുപോലെ തന്നെ 2 മാന്തയും മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇതെല്ലാം ഒരു ദിവസം വെക്കാനല്ല, നമ്മൾ കൊണ്ടുവന്ന് ഫ്രീസറിൽ വെക്കും. അത് പോകുമൊന്നും ചെയ്യില്ല, ഫ്രീസറിൽ വെക്കും. നമ്മൾ ആവശ്യാനുസരണം നമ്മൾ കറി ആക്കി കഴിക്കുക ചെയ്യുക. ഒരുപാട് വാങ്ങി വെക്കാറില്ല കേട്ടോ, 1/2 കിലോ അത്ര മാത്രമേ വാങ്ങാറുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ വാങ്ങിയ സ്ഥലത്ത് നിന്ന് അവരൊരു സ്ലിപ്പ് തരും. അത് നമ്മൾ ക്ലീൻ ചെയ്യണോ ക്ലീൻ ചെയ്യേണ്ടിയോ എന്നുള്ളത് അവരതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ മറ്റുള്ള സ്ഥലത്തെല്ലാം നോക്കി വന്ന് നമുക്ക് തന്ന ഈ സ്ലിപ്പ് ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് വെച്ചത് നമ്മുടെ സാധനം നമുക്ക് തരും. അവർ ക്ലീൻ ചെയ്യില്ല, പിന്നെ അതിന് ക്ലീൻ ചെയ്യേണ്ട വേറൊരു സെക്ഷൻ ഉണ്ട്, അവിടെ കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വാങ്ങിയ സ്ഥലത്ത് നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 3 സ്ഥലത്തു നിന്നായിട്ടാണ് ഇത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോവാണ്. ക്ലീൻ ചെയ്യലെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം ഒന്നും ക്ലീൻ ചെയ്യുന്നില്ല. കുഞ്ഞുമത്തി ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മാന്തയുടെ തോല് കളഞ്ഞിട്ട് വെക്കുന്നുണ്ട്. ഞണ്ടും കക്കയിറച്ചിയും ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാന്ന് പറഞ്ഞതുകൊണ്ട് അത് കൊടുത്തിട്ടില്ല. അച്ഛൻ ക്ലീൻ ചെയ്യാൻ അവിടെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. ഫോക്കസ് ആവുന്നില്ല. നമുക്ക് ഇവിടുന്ന് കിട്ടിയ ടോക്കണാണ് ഇതിൻ്റെ സ്ക്രീനിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ 338 അത് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോക്കൺ അവിടെ കാണിച്ചാൽ അവർ നമുക്ക് ക്ലീൻ ചെയ്ത നമ്മുടെ ഐറ്റം ഇങ്ങ് തരും. അങ്ങനെ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഏരിയ ഫുള്ള് നമ്മൾ ഈത്തപ്പഴത്തിൻ്റെയാണ് കേട്ടോ. അതിൽ നടക്കുന്നവർക്കും എല്ലാവരും കഴിക്കാൻ തരുന്നുണ്ട്, ടേസ്റ്റ് നോക്കാൻ. ഇപ്പുറത്തുനിന്ന് വാങ്ങണോ ഏത് സൈഡിൽ നിന്ന് വാങ്ങണമെന്ന് കൺഫ്യൂഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈത്തപ്പഴങ്ങളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ അവരെ കുറേ മോഡൽ അവർ തിന്നാൻ വേണ്ടി തന്നിട്ടുണ്ട്. ജിയാൻ വാരി തിന്നുന്നുണ്ട്, പകുതി കടിച്ച് എനക്ക് തരും ബാക്കി. അങ്ങനെയായിരുന്നു.
അങ്ങനെ ആടുന്ന് നമ്മളൊരു ടൈപ്പ് ഓഫ് ഈത്തപ്പഴം വാങ്ങി നമ്മൾ ആ ഒരു സെക്ഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പച്ചക്കറിയുടെ ഒരു ഏരിയ ആയിരുന്നു. നമ്മൾ ഏതായാലും ഇങ്ങ് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടൊന്ന് കണ്ട് ഇറങ്ങാമെന്ന് കരുതി. കാരണം നമ്മൾ പച്ചക്കറികളൊന്നും വാങ്ങിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ മുന്നേ വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ മീനും വാങ്ങി, ഒരുപാട് വാങ്ങിയിട്ട് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ വാങ്ങിയിട്ടില്ല. അങ്ങനെ നമ്മളൊന്ന് ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറികളുടെ ഒരു ഏരിയ, തക്കാളി ഉണ്ട്, അതുപോലെ തന്നെ ചീര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉള്ളി, ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സുകൾ, അതുപോലെ തന്നെ നട്ട്സിൻ്റെ ഒരു ഏരിയയും കൂടി ഉണ്ട്. കുറച്ച് അപ്പുറത്തുമ്പോഴത്തേക്ക് ഒരു നട്ട്സിൻ്റെ ഒരു ഏരിയ അങ്ങനെ. അയ്യോ എന്തൊരു ചൂട്, എന്തൊരു ചൂട്. ആ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര ചൂട്. ജിയാനെ വണ്ടി വരുവേ. ജിയാനെ ഇഷ്ടപ്പെട്ടാ? ഫിഷ് മാർക്കറ്റ് ഇഷ്ടപ്പെട്ട ജിയാനെ? എന്തോന്നു കുംഭമില്ല ജിയാനെ. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. നമ്മൾ വന്നത് ഒരു 7-7:30 ആകുമ്പോഴാണ് വന്നത്. ഇപ്പോൾ സമയം 9:15 അപ്പോൾ നമ്മൾ തിരിച്ചു പോയി. ഇനി ഫുഡ് കഴിച്ചിട്ടാണ് പോകേണ്ടത് എന്നുള്ളത് ഒരു തീരുമാനത്തിലായിട്ടില്ല. ഇത് ഈ കാണുന്നത് നമ്മളെ യൂണിവേഴ്സിറ്റി ഏരിയ ആണ് കേട്ടോ. യൂണിവേഴ്സിറ്റി പാർക്കിൻ്റെ സൈഡിലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. എന്ത് രസമാണ് കാണാൻ നോക്കിയേ. അതാണ് ഉണ്ണിയേട്ടൻ്റെ സ്കൂള്, അടിയാൻ സ്കൂള്. അറ്റ് ലാസ്റ്റ് നമ്മൾ ആ തീരുമാനത്തിലെത്തി. നമ്മളിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. വല്ലപ്പോഴും മാത്രമേ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാറുള്ളൂ, അധികം കഴിക്കാറൊന്നും ഇല്ല. നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും വെറൈറ്റി അങ്ങനെ ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ്. എന്നാ കഴിക്കുന്നത്? എനിക്കെന്നാ വേണ്ടേ? പിന്നെയോ? അപ്പോൾ നമ്മൾ വെള്ളയപ്പവും അതുപോലെ തന്നെ ചിക്കൻ വരട്ടിയതുമാണ് വാങ്ങിയിട്ടുള്ളത്. ചായയും. ജിയാന് ഫ്രൈഡ് റൈസാണ് വേണ്ടതെന്നുണ്ട്, ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ എപ്പോഴും പൊറോട്ടയും ചായയാണ് കഴിക്കൽ. ഇന്നൊരു വെറൈറ്റി ആക്കിയിട്ട് അവനെ പിടിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.